പ്രിയ സിംഹകുട്ടി പ്രേക്ഷകരെ, മുന്നലെ തന്ന തന്ന പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാ എൻ്റെ സിംഹകുട്ടി ബ്രോസിനും സ്വാഗതം. ഞാനേ ഇന്നൊരു സിനിമ കണ്ടു. ഇന്നൊരു സിനിമയല്ല, 2 സിനിമ കണ്ടു. 2 സിനിമയുടെയും ബ്ലോഗ് പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ പറയില്ല. ഒറ്റ സിനിമയുടെ ബ്ലോഗേ പറയും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, മറ്റേ സിനിമ എൻ്റെ 10 വർഷത്തെ, ഈ അടുത്ത കാലത്തെ 10 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ കണ്ടിട്ടുള്ള വൃത്തികെട്ട പടം. അതുകൊണ്ട് വൃത്തികെട്ട പടം എന്ന് ഞാൻ പറയണമെന്ന് വെച്ചാൽ, ആ സിനിമയെക്കുറിച്ച് ഞാനൊരു അക്ഷരം മിണ്ടില്ല. കാരണം സിനിമ ഞാൻ നന്നായി ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടും, സിനിമയെ ഞാൻ വല്ലാതെ പ്രണയിക്കുന്നതുകൊണ്ടും, വല്ലാതെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും, അത് എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ പാഷനായതുകൊണ്ടും, അത് സിനിമ എൻ്റെ പാഷനാണെന്ന് പറഞ്ഞാൽ കാണുന്നത് എൻ്റെ പാഷനായതുകൊണ്ടും, ഞാൻ അതിനെക്കുറിച്ച് ഒരു ചിത്രം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ചിത്രത്തെക്കുറിച്ച് ഞാനൊന്നും പറയില്ല. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതങ്ങ് മാറി നിൽക്കട്ടെ. പക്ഷേ ഇഷ്ടപ്പെട്ട ചിത്രത്തെക്കുറിച്ച് പറയാമല്ലോ. അതെനിക്ക് ഞാൻ തുറന്നു പറയും. ഞാൻ ഹാപ്പിയാണ്. കാരണം ആദ്യം കണ്ട സിനിമ കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമ 9:45 പടം തുടങ്ങി. 12:20 ആയത് അറിഞ്ഞില്ല. അതാണ് സത്യം. 12:20 ആയത് അറിഞ്ഞില്ല. ഇനി എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ. 2 സിനിമ കണ്ടതും ഞാൻ എൻ്റെ കുടുംബമായിട്ടാണ്. 2 സിനിമ കണ്ടതും ഞാൻ എൻ്റെ കുടുംബമായിട്ടാണ്. അപ്പോൾ 9:45 തുടങ്ങി 12:20 വരെ 20 ആയതറിയാതെ പോയ ചിത്രം. അതേത് പടം? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. അതൊരു വശത്ത്. രണ്ടാമത് ചിത്രം മാസ് എൻ്റർടൈൻമെൻറ്റ്. എന്താണ് മാസ്? എന്താണ് എൻ്റർടൈൻമെൻറ്റ്? നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റാണ്. അതായത് 2.5 മണിക്കൂർ ഒരു ബോറില്ലാതെ നിങ്ങൾക്ക് പക്കാ മാസായിരിക്കണം. അതിനകത്തൊന്നും കഥ, അത് മറ്റത്, അത് ഇത് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് 2.5 മണിക്കൂർ ഫുള്ള് വേറൊരു ലോകത്തിരിക്കണം. പക്കാ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കണം. ഒരിടത്ത് പോലും നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിൽ പോലും താഴോട്ടിറങ്ങി വരാതെ നിങ്ങളെ വേറൊരു ലോകത്ത് കൊണ്ടിരുത്തി വേറൊരു മൈൻഡിൽ പോയിട്ട് അങ്ങനെ പോകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുടുംബമായിട്ട് ഈ ചിത്രത്തിന് പോവാം. തീർന്നില്ല. കൂട്ടുകാരോടും ഈ ചിത്രത്തിന് പോവാം. പുതിയ ജനറേഷനിലെ യൂത്ത് ഐക്കണും പോകാം. പിന്നെ രസകരമായ സംഭവം എന്ന് പറയുമ്പോൾ കാമുകന്മാർക്ക് പോകാം. പിന്നെ പഴയ ഓൾഡ് നൊസ്റ്റാൾജിയ ഉള്ളവർക്ക് പോകാം. അങ്ങനെ ഉള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് കൊല്ലാമാസ് എന്ന് പറയും. ചുമ്മാ അതിർന്നില്ലേ അന്തമാതിരി കൊല്ലാമാസ് പടം. അങ്ങനെ 2.5 മണിക്കൂർ മാസ് ചിന്ത ഉള്ളവർക്ക് ഈ പടത്തിന് പോവാന്നല്ല, പോയിക്കൊണ്ടേയിരിക്കുക. 1, 2, 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണും. അങ്ങനെ ഒരു സിനിമ കണ്ടു. ഒറ്റയ്ക്കല്ലെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. ഒറ്റയ്ക്കല്ല, കുടുംബമായിട്ട്. അങ്ങനെ ഒരു സിനിമ കണ്ടു. ഇത് സിനിമയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് മുമ്പ് ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് പങ്കുവയ്ക്കുകയാണ്. സാഹചര്യം മോശമായാൽ വച്ച് ചെയ്യും. സാഹചര്യം നന്നായാലും വച്ച് ചെയ്യും. സാഹചര്യം മുന്നോട്ടാണെങ്കിൽ അപ്പോഴും വച്ച് ചെയ്യും. മൂന്നും ഒന്ന് തന്നെയാണ്. പക്ഷെ അത് സാഹചര്യമാണ് ഒരാളെ, ഒരു കഥാപാത്രത്തിനെ വച്ച് ചെയ്യണോ
വച്ച് ചെയ്യേണ്ടേ എന്ന് തീരുമാനിക്കണം. എങ്ങനെ? ആ സന്തോഷത്തോടെ വച്ച് ചെയ്യണോ, മോശമായിട്ട് വച്ച് ചെയ്യണോ, അതാ അങ്ങനെ ഇങ്ങനെയും വേണം വച്ച് ചെയ്യണോ, നൊസ്റ്റാൾജിക്കായിട്ട് വച്ച് ചെയ്യണോ? അതാണ് ഈ സിനിമ. പക്ക എൻ്റർടൈൻമെൻറ്റ്, നന്നായിട്ട് എൻജോയ് ചെയ്ത്. അല്ല സിറ്റുവേഷൻ മോശമാകുമ്പോൾ മോശമായി, അല്ല അങ്ങനെയല്ല രണ്ടും ആയി വരുമ്പോൾ ഒരു ബാലൻസ് ചെയ്ത് പോണ രീതി, അങ്ങനെ അല്ലെങ്കിൽ നൊസ്റ്റാൾജിക്കിൻ്റെ വേറൊരു ലോകം. ഇങ്ങനെ ഒരു ഘട്ടഘട്ടമായിട്ട് ജീവിതം കടന്നു പോകുന്ന ഒരു വഴിയുണ്ട്. ഇനിയാണ് പറഞ്ഞത് ഘട്ടഘട്ടമായിട്ട് ജീവിതം കടന്നു പോകുന്ന ഒരു വഴി. നമ്മളൊരാൾ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ബർത്താവുന്നു. ബർത്തായിട്ട് ആദ്യത്തെ സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജ് മീൻസ് ഏറ്റവും ബാല്യം ബർത്ത് ജീവിതം, ബാല്യം, കൗമാരം, യൗവനം. ഈ യൗവനം കഴിഞ്ഞിട്ട് വാർദ്ധക്യത്തിലോട്ട് പോകുന്നൊരു ജീവിതമുണ്ട്. യൗവനം കഴിഞ്ഞിട്ട് വാർദ്ധക്യത്തിലോട്ട് പോകുന്ന ഒരു ജീവിതം. ഈ സമയത്ത് ഈ യൗവനം കഴിഞ്ഞ് വാർദ്ധക്യത്തിലോട്ട് പോകുമ്പോഴാണ്, അതായത് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കണം, അടുത്ത വാർദ്ധക്യത്തിലോട്ട് പോവുകയും വേണം, ഇതിനിടയിൽ വരുന്ന ബന്ധങ്ങളെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ റിസ്ക് ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു സമയം. എല്ലാവരും പറയണതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കൗമാരം കഴിഞ്ഞ് യൗവനത്തിലാണ് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ല. നമ്മൾ ബാല്യം കഴിഞ്ഞ് കൗമാരത്തിൽ യൗവനം നമ്മളെ ഏറ്റവും നന്നായിട്ട് ജമ്പ് ചെയ്യും, നന്നായിട്ട് ചാടിച്ചുകൊണ്ടേയിരിക്കും. ആ ചാടത്തിൽ പലതും ചെയ്യും, പല രീതിയിലും റിസ്ക് എടുത്തുകൊണ്ടിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് എടുക്കുന്ന ഒരു ഹെവി റിസ്ക് വരുന്നത് അവിടെയാണ് ഒരു ബാലൻസ്. നമ്മുടെ വാർദ്ധക്യവും കൈവിട്ടു പോകരുത്, കൗമാരവും കൈവിട്ടു പോകരുത്, യൗവനവും കൈവിട്ടു പോകരുത്. ഇതെല്ലാത്തിലും കൂടി ഒരു ബാലൻസ് ചെയ്തിട്ടൊരു ജേർണി ഉണ്ട്. ആ ജേർണിയിൽ നമുക്ക് വരുന്ന യാഥാർത്ഥ്യം, നൊസ്റ്റാൾജിക്ക്, പവർ, ഇതെല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ ഉണ്ടാക്കിയാൽ എങ്ങനെയിരിക്കും? അതാണ് ഈ സിനിമ. അതായത് ഈ സിനിമ നമ്മളെ കവർ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതായത് 45 കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് ജമ്പ് ചെയ്യുമ്പോൾ പിന്നെ ഇതെല്ലാം ബാലൻസ് ചെയ്യണം. ഇതെല്ലാം ബാലൻസ് ചെയ്ത് വന്നിട്ട് അടുത്തതിലോട്ട് പോകുന്നതിന് മുൻപ് അവിടെയും തീർക്കണം. തീർത്ത് വേണം നമുക്ക് അടുത്ത ചുവട് വാർദ്ധക്യത്തിലോട്ട് പോകാൻ. മനസ്സിലാവുന്നുണ്ട് പ്രേക്ഷകരെ? ഈ വാർദ്ധക്യത്തിലോട്ട് പോകുന്നതിന് മുൻപ് എടുക്കുന്ന ഒരു റിസ്ക് ഉണ്ട്. അതായത് തീർക്കണം, ഒതുക്കണം, സ്നേഹം ആ വഴിക്ക് കൊണ്ടുപോകണം, കുടുംബം അതിനെ ലെവൽ ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വാർദ്ധക്യത്തിലോട്ട് ജമ്പ് ചെയ്ത് പോകണം. അത് എത്തുന്നതിന് മുൻപ് ഒരു കളിയുണ്ട്, ഒരു മാസ് കളി എന്ന് പറയും. എന്ത് പറയണത്? ഫയർ, അതിർന്നില്ലേ, പുല്ലരിക്കുന്നേ, രോമാഞ്ചം വരുന്നില്ലേ? ഇങ്ങനെ മീൻസ് ഇതെപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വേണം കാണാൻ. ഇതൊരു എൻ്റർടൈൻമെൻ്റ് കാര്യമാണ് പറയണത്. അങ്ങനെ എത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടി എത്തുകയും പിന്നെ ഒരു കളി അങ്ങ് ഇറങ്ങി കളിക്കുകയും ചെയ്യുകയും അതിൻ്റെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ, അതായത് ബാല്യം, കൗമാരം, യൗവനം, ഇതിനെ അങ്ങോട്ട് ഫ്ലാഷ് ബാക്കിലോട്ട് അലക്കിയിട്ട് ഈ 45-നും 60-ലോട്ട് പോകുന്നതിനിടയിൽ കാണിക്കുന്ന ഒരു ബാലൻസിങ് അൺബിലീവബിൾ. പ്രെഡിക്റ്റബിൾ അല്ല, പ്രെഡിക്റ്റബിളിൻ്റെ മുകളിൽ അതിൻ്റെ തുടക്കം, സീൻ സീക്വൻസ്, ആ സീൻ സീക്വൻസിനെ എടുത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾക്ക് എടുത്തിരിക്കുന്ന കാസ്റ്റിങ്, ആ കാസ്റ്റിങ്ങിന് എടുത്തിരിക്കുന്ന പിന്നെ ചുറ്റുപാട്, ആ കാസ്റ്റിങ്ങിന് എടുത്തതിന് ശേഷം ആ ചുറ്റുപാട് ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാവരെയും കൊണ്ടുവന്ന് ഈ കഥാപാത്രമാക്കി മാറ്റുന്ന ഒരു രീതി. എൻ്റെ ഈ ഒരു മാസ് ഫിലിം ഇങ്ങനെ എടുക്കാൻ പറ്റിയ ആ ഡയറക്ടർ പോളി തന്നെയാണ് കേട്ടോ. കിടുവാണ്, മാസാണ്, AK-ആണ്. ആര്? ഡയറക്ടർ AK-ആണ്.
ആ ഡയറക്ടർ AK ആണെങ്കിൽ മാത്രമേ ബാക്കി ചുറ്റുപാടുകളെ എല്ലാം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് മാസ് AK ആക്കാൻ പറ്റും. ആർക്ക്? പ്രേക്ഷകന്റെ നെഞ്ച് തുളച്ച് കയറുകയും നൊസ്റ്റാൾജിയയിൽ പോവുകയും തിരിച്ചു വരികയും തിരിച്ച് യാഥാർത്ഥ്യത്തിൽ നിന്ന് മറ്റൊന്നിലോട്ട് പോകുന്ന സീൻ സീക്വൻസിനെ ഇങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുവരുന്ന ആ ഡയറക്ഷൻ മാസാണ്. അത് AK ആണ്. പിന്നെ ഇതിനങ്ങോട്ട് സീൻ ബൈ സീന് വളരെ വേഗത്തിൽ 2:20 മിനിറ്റ്, അതായത് 2.5 മണിക്കൂറൊന്ന് ചുമ്മാ വെച്ചോളൂ. 2.5 മണിക്കൂർ സ്പീഡപ്പ് ചെയ്ത് പോവുകയാണ്. സ്പീഡിൽ കഥ പറയാൻ വലിയ റിസ്ക്കാണ്. ഒന്നാമത് വേഗത ഭയങ്കരമായിരിക്കണം. ഈ വേഗത പറയുമ്പോഴത്തേക്കും പ്രേക്ഷകർക്ക് ഇത് പൾസാവും എന്നുള്ള ഉറപ്പ് വേണം. ആ പൾസ് മനസ്സിലാക്കി സ്ക്രിപ്റ്റ് ചെയ്യണം. ഈ വേഗത്തിൽ കഥ പറയുമ്പോൾ വേഗത്തിൽ സ്ക്രിപ്റ്റ് ചെയ്ത് വേഗത്തിൽ ഫ്രെയിം പോകണം. ഫ്രെയിം മാറിക്കൊണ്ടേയിരിക്കും. അതായത് 5 സെക്കൻഡിനപ്പുറം ഒരു ഫ്രെയിം നിൽക്കില്ല. പ്രശ്നമാണ്. ഈ 5 സെക്കൻഡിനപ്പുറത്തിനും വേഗത്തിൽ പോകുമ്പോഴത്തേക്കും പ്രേക്ഷകന് ഇത് മനസ്സിലാവുമെന്ന് പോലും പിടികിട്ടൂല. പ്രേക്ഷകന് മനസ്സിലായില്ലെങ്കിൽ ചർക്കും. അയ്യോ, ആ വേഗത്തിൽ ഫ്രെയിം മാറ്റി കൊണ്ടുപോയിട്ട് പ്രേക്ഷകൻ അതിൻ്റെ ത്രില്ലെന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ത്രില്ലിൻ്റെ ആ ഹെവി ലോഡിങ്ങനെ കയറ്റി കൊണ്ടുപോയി. പിന്നെ ഒരു ഒരു നൊസ്റ്റാൾജിയും ത്രില്ലും ക്രൈമും ഫാമിലി അറ്റാച്ച്മെൻറ്റും പിന്നെ ഇതിനേക്കാളെല്ലാം ഉപരി ചുറ്റും നിൽക്കുന്ന സൗഹൃദങ്ങളെയും തൻ്റെ ഗ്യാങ്ങിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ പ്രേക്ഷകന് മനസ്സിലാവുന്ന രീതിയിൽ കഥ അവതരിപ്പിക്കാൻ പറ്റിയ ആ സ്ക്രിപ്റ്റ് ചെയ്ത ആളെയും ഡയറക്ടറെയും ഓസം എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് അത് ചെയ്യാൻ പാടില്ല. നമുക്കൊരു അതിനകത്ത് ഞാൻ പറയാം, ഒരു ഫാമിലി കഥ എടുത്ത് നമുക്ക് ഫാമിലി ആയിട്ട് പറയാം, ഒരു എൻ്റർടൈൻമെൻറ്റ് കഥ എടുത്ത് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് നൊസ്റ്റാൾജിക്ക് ഇങ്ങനെ നമുക്ക് കഥ എഴുതി ഇങ്ങനെ പറഞ്ഞ് സീൻ ബൈ സീനും പോവാം. പക്ഷേ പക്ക മാസ്സായിട്ട് നിന്നുകൊണ്ട് എല്ലായിടത്തും മാസ്. ഫാമിലി വന്നാലും മാസ്, ഫ്രണ്ട്സ് വന്നാലും മാസ്, വേൾഡ് പോയാലും മാസ്ക്, നൊസ്റ്റാൾജിക്ക് പോയാലും മാസ്, നാളെ കാണിച്ചാലും മാസ്. അങ്ങനെ മാസ്സായിട്ട് വേഗത്തിൽ കഥ പറഞ്ഞ് അതിനെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് കോട്ട് ചെയ്തിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഷോട്ട് ബൈ ഷോട്ട് വച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ്. എൻ്റർടൈൻമെൻറ്റ് ഫിലിമിൽ ഇത് അമേസിങ് എന്ന് തന്നെ പറയും. ഞാൻ ഈ അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സിനിമ റെഗുലറായിട്ട് കാണുകയാണ്. മാസ് സിനിമകൾ തന്നെ അങ്ങനെ പ്രത്യേകം കാറ്റഗറി ചെയ്ത്, കാരണം മാസ് സിനിമയെ മാസ്സായിട്ട് തന്നെ കാണണം. അതിനകത്ത് നമുക്ക് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല. അതിനകത്ത് ഈ സമൂഹത്തിൻ്റെ എത്തിക്സ് എന്തോ ഒരു വലിയ നമ്മൾ അങ്ങനെയല്ല, നമ്മളെ കുട്ടികളെ വഴിതെറ്റിക്കുന്നു അല്ലെങ്കിൽ മറ്റു രീതിയിൽ കാണിക്കണം. അതൊരു മാസ് സിനിമ. ഇപ്പോൾ പുഷ്പ സിനിമ കണ്ടാൽ അതൊരു മാസ് സിനിമ. അതുപോലെയുള്ള ചിത്രങ്ങൾ നമ്മളൊരു മാസ്സായിട്ട് കാണണം. അല്ലെങ്കിൽ നമ്മൾ തെലുങ്ക് ചില ചിത്രങ്ങൾ എല്ലാം അല്ല, ചില ചിത്രങ്ങൾ മാസ്, ഹെവി മാസ്, ഹെവി എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ കാണുന്ന ചിത്രങ്ങൾ വച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 15-20 വർഷത്തിനകത്ത് വേഗത്തിൽ കഥ പറഞ്ഞ്, വേഗത്തിൽ സീൻ മാറ്റി, വേഗത്തിൽ സ്ക്രിപ്റ്റ് ചെയ്ത്, വേഗത്തിൽ തന്നെ ഫാമിലി അറ്റാച്ച്മെന്റ് പറഞ്ഞ്, വേഗത്തിൽ തന്നെ ഫ്യൂച്ചർ പറഞ്ഞ്, വേഗത്തിൽ തന്നെ പാസ്റ്റ് പറഞ്ഞ്, വേഗത്തിൽ തന്നെ പ്രസന്റ് കണ്ടീഷൻ പറഞ്ഞിട്ട് ഇത്രയും നല്ലൊരു മൂവി. பாய், சலாம் பாய். நீங்கள் அர்மாதிச்சிருக்கு, நீங்கள் பொழிச்சிருக்கு, நீங்கள் அசத்திருக்கு, நீங்கள் என்ன சொல்கிறது,
புல்லரிக்குதே அந்த மாதிரி விளையாடி இருக்கு. அந்த விளையாட்டு தான் இந்த படம். நம்ம ஏகே படம் அப்படியே மேலே 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 കൊണ്ടുപോയിருக்கு. അപ്പടിയെന്ന് പറഞ്ഞാൽ മീൻസ് ഏക്കേരെ പടങ്ങൾ, ഏക്കേരെ സിനിമയല്ല, എ കെ എന്ന് പറയുന്ന ആ ഒരു കോഡിൻ്റെ പടങ്ങളെ കുറിച്ച്, മുൻകാല പടങ്ങളെ കുറിച്ചല്ല പറയുന്നത്. ആ ഒരു മാസ് എൻ്റർടൈൻമെൻറ്റിൽ വന്നപ്പോൾ മാസ് എങ്ങനെ എത്തിക്കുക, അതൊരു വേറെ ലെവലിലെത്തിച്ചു. ഇപ്പോൾ ഒരുപാട് പടങ്ങൾ കണ്ടു, പക്ഷെ ഇതൊരു പക്കാ മാസ് ലെവലിൽ എൻ്റെ ഒരു 15-20 വർഷത്തിനിടയിൽ കണ്ട വെറും മാസ്, ഫുൾ മാസ്. മലയാളത്തിൽ പഴയ ജയൻ്റെ സിനിമകളെ പറയേണ്ടി വരും. പക്കാ മാസ്. നസീറിൻ്റെ ചില ചിത്രങ്ങളുണ്ട്, ഇവരൊക്കെ ഒത്തുചേർന്ന ഒരു കോർഡിനേഷൻ ഉണ്ട്, അത് ഇന്നില്ല. വെറും മാസ് ഫിലിമുകൾ. അത് പറഞ്ഞത് കമലഹാസൻ്റെ ചില ചിത്രങ്ങളെ പറയേണ്ടി വരും. പക്കാ മാസ്, മാസിന് വേണ്ടി എടുത്ത ചിത്രങ്ങളുണ്ട്. പിന്നെ പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ചില ചിത്രങ്ങൾ ഇതിലോട്ട് കോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പടത്തിനോടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല. അത്ര വേഗത്തിൽ കഥ പറഞ്ഞിട്ട് വേഗത്തിൽ നമ്മൾ വേറെ ലോകത്ത് കൊണ്ടുപോകുന്നു, അടുത്ത മറ്റൊരു ലോകത്ത് കൊണ്ടുപോകുന്നു, അടുത്ത വേറെ ലോകത്ത് കൊണ്ടുപോകുന്നു. ഇങ്ങനെ ചെയ്ത ഒരു മാസ് ഫിലിമുണ്ടല്ലോ, ഓ എന്താ പറയുക. ഒരു കുടം എടുത്തിട്ട് ആ കുടത്തിൽ നല്ല എല്ലാവിധ ചേരുവകളും ചേർത്തിട്ട് നിങ്ങളൊന്ന് അത് മോന്തി കുടിച്ചേ. ആ കുടിച്ച് അത് ഉള്ളിൽ പോയി ഇറങ്ങിയ ശേഷം വരുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, ആ ഫീലിങ്സാണ് ഈ സിനിമ. ആ സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. ആക്ടർ എക്കെ, അന്യായം, പുല്ലരിക്കുതേ, രോമാഞ്ചം വരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു മാസ് ലോകം. ബ്യൂട്ടിഫുൾ, എക്സലൻറ്റ്, അമേസിങ്. ഇതാണ് ഈ ചിത്രം. അപ്പോൾ ഞാൻ ഈ ചിത്രത്തിൻ്റെ ഉൾക്കാഴ്ചയിലോട്ട് പോകണമുണ്ട്. എൻ്റെ പ്രിയ സിംഹകുട്ടി ബ്രോസ്, പ്രേക്ഷകരെ, ഫാമിലി സുഹൃത്തുക്കളെ, ഫ്രണ്ട്സ് ആൻഡ് വരാൻ പോകുന്ന സൗഹൃദങ്ങൾ, പോയ സൗഹൃദങ്ങൾ, മൺമറഞ്ഞു പോയ സൗഹൃദങ്ങൾ, ഇപ്പോഴുള്ള സൗഹൃദങ്ങൾ, എല്ലാവരോടും ഞാൻ പറയണത്, നിങ്ങൾ സുഹൃത്തുക്കളാണെങ്കിൽ സുഹൃത്തുക്കളായിട്ട് ഈ സിനിമ പോയി തിയേറ്ററിൽ കാണാം. ഇപ്പോഴും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് വരും. രണ്ടാമത്, നിങ്ങളൊരു കുടുംബമാണെങ്കിൽ കുടുംബമായിട്ട് ഈ സിനിമ കാണാം. എല്ലാവർക്കും നൊസ്റ്റാൾജിയ ഉണ്ട്, അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് അതിനകത്തുണ്ട്. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളോടെ ഈ സിനിമ പോയി തിയേറ്ററിൽ കാണാം. അവർക്ക് ഒരിക്കലും ഒരു ബോറടിക്കില്ല. കാരണം അതിനകത്തൊരു മാസാണ്. അതിനകത്ത് വേറെ ഒരു അനാവശ്യമായിട്ടൊന്നുമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല, പക്കാ മാസ് പടം. പിന്നെ 50 വയസ്സ്, 45-50 വയസ്സ് കഴിഞ്ഞവർക്കും ഈ പടം തിയേറ്ററിൽ പോയി ധൈര്യമായിട്ട് കാണാം. നിങ്ങളുടെ ഒരു സ്പെഷ്യൽ നൊസ്റ്റാൾജിക്ക് എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് നൊസ്റ്റാൾജിക്കിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ബോംബ് വെച്ചിട്ട് ഇങ്ങനെ സ്പാർക്ക് ചെയ്ത പോലെ. അതായത് ലൈറ്റ് ബോംബില്ല, നമ്മൾ കൊച്ചു പടക്കങ്ങളില്ലേ, ഇങ്ങനെ വെച്ചിട്ട് സ്പാർക്ക് ചെയ്യുമ്പോൾ നല്ല ഫ്ലവറായിട്ട് വരും, അല്ലെങ്കിൽ അതൊരു പ്രത്യേക ഒരു സൗന്ദര്യമായിട്ട് വരും. അങ്ങനെ ഇതങ്ങ് പുറത്തു വരും. അങ്ങനെ ഒരു രസകരമായ ത്രില്ലിംഗ് ഉള്ള ഒരു മാസ് എൻ്റർടൈൻമെൻറ്റ് മൂവി, ഗുഡ് ബാഡ് അഗ്ലി എന്ന് ഞാനിങ്ങനെ പറയും. ഈ പടത്തിന് മാസ് എൻ്റർടൈൻമെൻറ്റ് സെക്ഷനിൽ 10-ൽ എത്ര മാർക്ക് കൊടുക്കണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ 10-ൽ 10 കൊടുക്കും. 10-ൽ 10 കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഫിലിം, അതിന് വേണ്ടിയുള്ള എല്ലാ സീക്വൻസും ഉണ്ട്. ആ രീതിയിലാണ് ഈ പടം തുടങ്ങുന്നതും. പടം തുടങ്ങിയ ശേഷം സ്പീഡ് കൂട്ടി എവിടെയോ പോകുന്നു, സ്പെയിനിലൊക്കെ പോകുന്നു. സ്പെയിനിൽ പോയി അതേ സീനുകൾ വെച്ച് തന്നെ അടുത്ത പോർഷനിൽ വരുന്നു. തിരിച്ച് വീണ്ടും റിട്ടേൺ ഇറങ്ങുന്നു. അതായത് സ്റ്റെപ്പ് കയറി നിങ്ങൾ മുകളിൽ പോകുന്നു, പെട്ടെന്ന് തിരിച്ചറിയുന്നു. അല്ലെങ്കിൽ എക്യുലേറ്ററിൽ കയറി വേഗത്തിൽ മുകളിൽ പോകുന്നു,
പെട്ടെന്ന് തിരിച്ചറിയുന്നു. പെട്ടെന്ന് മിസൈലിൽ കയറിയിട്ട് നിങ്ങൾ ചൊവ്വയിൽ പോകുന്നു, പെട്ടെന്ന് തിരിച്ചിറങ്ങുന്നു. ഇങ്ങനൊരു ബാലൻസിങ് ആണ് ഈ സിനിമ. ചുമ്മാ അതറുതല്ലേ, രോമാഞ്ചം വരുന്നില്ലേ? തന്നന്ന 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 തരത്തന്ന തന്നന്ന. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തുള്ളൂ, ഇപ്പം പാടി ഇത് ചെയ്യുന്നുള്ളൂ, ബോറടിപ്പിക്കില്ല. അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുപോകുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ പറയണേ, എൻ്റെ പ്രേക്ഷകരെ പറ്റുന്നവരൊക്കെ ഐമാക്സിൽ പോയി കാണും. അല്ലാത്തവർ, ഞാൻ ഇന്ന് എൻ്റെ വീട്ടിന് ഏറ്റവും അടുത്തുള്ള തിയേറ്ററിൽ കളിയൊക്കെയുള്ള പോയാണ് ഈ സിനിമ കണ്ടത്. ആ തിയേറ്റർ വലിയ ബെറ്റർ ഒന്നുമില്ല. ഒന്നാമത് വൃത്തി ഒക്കെ ചെയ്യണതിലൊക്കെ വളരെ മോശമാണ്, സർവീസ് മോശമാണ്. തിയേറ്റർ ഓടി 3, 4, 5 ഒന്നും കൊള്ളില്ല എന്ന് തന്നെ പറയാം. ഓടി 1ഉം 2ഉം കൊള്ളാം, എങ്കിലും വൃത്തി എന്ന് പറയുന്നത് ആ തിയേറ്ററിനകത്തില്ല. കുറവ്, ദയനീയം തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒരു തുറന്നു പറയാണ്. പിന്നെ ആ തിയേറ്ററിൽ ഈ ചുറ്റുവട്ടത്തിൽ ഇപ്പോൾ അത്രയും ഒരു പാർക്കിംഗ് സൗകര്യങ്ങളും മറ്റൊന്നുമുള്ള എല്ലാ തിയേറ്റർ ഇല്ലാത്തതുകൊണ്ടും എനിക്ക് സ്ഥിരം കാണുന്ന തിയേറ്ററിലോട്ട് പോയി സിനിമ കാണാൻ പറ്റാത്തത് കൊണ്ടും, കാരണം അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളുള്ളത് കൊണ്ടുമാണ് ചെല്ലാത്തത്. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ആ തിയേറ്ററിൽ ഓടി 1ൽ വേണം പോണത്. പക്ഷേ പിക്ചർ ക്ലാരിറ്റിയൊക്കെ നന്നായിട്ടുണ്ട്, മോശമല്ല. നല്ല സ്ക്രീൻ പ്രസൻ്റ് ആണ്, വൈഡ് തിയേറ്ററാണ്. മറ്റു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആ തിയേറ്ററിൽ പോയാണ് സിനിമ കണ്ടത്. അപ്പോൾ എൻജോയ് ചെയ്തു. എൻ്റെ മകൻ എൻജോയ് ചെയ്തു, എൻ്റെ വൈഫ് എൻജോയ് ചെയ്തു, ഞാനും എൻജോയ് ചെയ്തു. എൻ്റെ എൻജോയ്മെൻ്റ് എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി സിനിമയിലേക്ക്, ഈ സിനിമയിലേക്ക് ഞാൻ കടന്നു വരുമ്പോഴത്തേക്കും ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യണത്. ഡാൻസ് കോറിയോഗ്രാഫി, കാളയൻ അല്ലെങ്കിൽ കലയൻ, അതായത് ഡാൻസ് കോറിയോഗ്രാഫി കലയൻ. എൻ്റെ മനുഷ്യ, എന്നാ ഡാൻസ് കോറിയോഗ്രാഫി. അജിത്തിൻ്റെ ഏജ് ഒന്ന്. രണ്ടാമത്, പിന്നെ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടാവും, ഞാൻ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ടില്ല. രണ്ടാമത്, ഈ പടം സ്പെയിനിൽ പോയിട്ട് അവിടെ കാണിക്കുന്ന ഡാൻസ് കോറിയോഗ്രാഫി. പിന്നെ മൂന്നാമത്, ഈ പടത്തിലുടനീളം ഈ ഡാൻസാണ് പ്രശ്നം. ഡാൻസ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡാൻസാണ് ഹൈലൈറ്റ്. കാരണം ഒരു എൻ്റർടൈൻമെൻറ്റ് ഫിലിം വേഗത്തിൽ സാറിന് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് അടുത്ത സീനിലോട്ട് ഡാൻസ് കാണിച്ച ബോറടിക്കും. കാരണം നായകൻ കാണിക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ വില്ലനെ പ്രസന്റ് ചെയ്യണത് ഡാൻസിലാണ്. അതായത് വില്ലനെ പ്രസന്റ് ചെയ്യണത് ഡാൻസിൽ, വില്ലൻ വീണ്ടും പ്രസന്റിൽ ഡാൻസ് കളിക്കുന്നു, എന്നിട്ട് ക്ലൈമാക്സിലും കളിക്കുന്നു. ക്ലൈമാക്സിൽ അവൻ്റെ ഇയർഫോൺ ഔട്ട് ചെയ്തിട്ട് നായക എടുത്ത് വെച്ചിട്ട് വീണ്ടും കളിക്കുന്നു, പിന്നെയും പോകണം. ഈ സീനുകൾ തമ്മിൽ ഡാൻസ് കൊണ്ട് മുട്ടിക്കുകയാണ്. അതായത് ഡാൻസ്, ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് പോണതല്ല ഡാൻസിൽ കൂടിയ. അൺബിലീവബിൾ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ലോകത്ത് ഒരു 100 പടമെടുത്തു കഴിഞ്ഞാൽ 90 പരാജയപ്പെട്ടിട്ടുണ്ട്. ആ സ്ഥാനത്താണ് ഇവൻ കയറി കളിക്കുന്നത്. ആ സിനിമ ഈ സിറ്റുവേഷൻ സീക്വൻസ് ചെയ്തിട്ട് ഈ ഡാൻസ് കോറിയോഗ്രാഫി ചെയ്ത കാളയനും ടീമും, എൻ്റെ മനുഷ്യ, നിങ്ങൾ എന്നാ ചെയ്തു വെച്ചിരിക്കണമെന്ന് അറിയൂ. എന്താ ചെയ്തു വെച്ചിരിക്കണമെന്ന് അറിയൂ. നമ്മളെ ട്രിവാൻഡ്രം ഭാഷയെ പറഞ്ഞാൽ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കണമെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ എന്തിനാണ് ചെയ്തു വെച്ചിരിക്കണമെന്ന് പറയാൻ പറ്റും. ബ്യൂട്ടി 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 ബ്യൂട്ടി. കാരണം നിങ്ങൾ ഈ ചെയ്തിരിക്കുന്ന ഡാൻസ് കോറിയോഗ്രാഫിയിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഈ പടം പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീഴുമായിരുന്നു, ചത്ത് മരിച്ച് മണ്ണടിയുമായിരുന്നു. പക്ഷെ നിങ്ങളൊരു കോറിയോഗ്രാഫി ഉണ്ടല്ലോ, ഡാൻസിൻ്റെ പവർ കാണിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. എനിക്കറിയില്ല, ഡയറക്ടർ നിങ്ങൾ അജിത്ത്, AK-യും ആ ടീമും ഒക്കെ ഉള്ള കോർഡിനേഷൻ ആയിരിക്കും. തൃഷ, സിമ്രാൻ, നമ്മളെ മലയാളത്തിൽ വന്നിരിക്കുന്ന അഡാർ ലൗല നടി, പിന്നെ നമ്മളെ നായകന്മാർ, വില്ലന്മാർ, ഹിന്ദി തെലുങ്കിൽ നിന്ന് വന്നിരിക്കുന്ന ഹിന്ദിയിൽ നിന്ന് വന്നിരിക്കുന്ന ജാക് ഷെഫ്, ഇതെല്ലാം നിങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഉണ്ടായിരിക്കാം, ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോർഡിനേഷൻ വരില്ല.
അന്യായ കോർഡിനേഷൻ എന്ന് പറയേണ്ടി വരും. എന്ത് പറയണത്, ഒരു 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 പടത്തെ നൃത്തം കൊണ്ട് അല്ലെങ്കിൽ സിനിമ കോറിയോഗ്രാഫി കൊണ്ട് ലിങ്ക് ചെയ്താൽ അത് ബോറായിരിക്കുമെന്നാണ് ഇതുവരെ തെളിയിച്ചിട്ടുള്ളത്. ചില ഇംഗ്ലീഷ് ചിത്രങ്ങളും കുറച്ച് മറ്റ് അന്യഭാഷ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ കമലഹാസന്റെ പടങ്ങളൊക്കെ ഒരുപാട് പടങ്ങൾ ഇങ്ങനെ ഉണ്ട്. അത് പക്ഷെ അത് വേറെ ലോകത്താണ് ആ പടം. പക്ഷെ ഇങ്ങനെ മാസിൽ പോകുമ്പോഴത്തേക്കും, മാസമായിട്ട് പോകുമ്പോൾ നൊസ്റ്റാൾജിയും ഈ പ്രസന്റും ഫ്യൂച്ചറും കൂടെ ചേർത്തിട്ട് ഒരു അലക്കുണ്ടല്ലേ, ഈ അലക്ക് ഇങ്ങനെ ലിങ്ക് ചെയ്ത് എല്ലാ ഡാൻസിൽ കൂടെയാണ്. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് തിയേറ്ററിൽ ഇരുന്നിട്ട്. അൺബിലീവബിൾ. ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് പറയണത്, നിങ്ങളൊരു സാധാരണ ഒരാളാണെങ്കിൽ നിങ്ങൾ പോയിട്ട് ഒരു സാധാരണ ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ ആയിട്ട് കാണുക. പക്ഷെ വല്ലാതെ രീതിയിൽ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്നു, അതിൻ്റെ ഇൻസൈഡ് അറിയാം, അത് ചെയ്യണം ഇതും അറിയാം, അതിങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ട് പോകണം, അതിൻ്റെ റിസ്ക് ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. അതായത് സിനിമയെ പുതിയ ഫ്യൂച്ചറാക്കി എടുക്കുന്ന യുവതലമുറയ്ക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് ഈ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന AK അജിത്ത് അഭിനയിച്ചിരിക്കുന്ന ഈ സിനിമ. ഇതിൻ്റെ കോറിയോഗ്രാഫി കാളയൻ ആൻഡ് ടീം, ബിഗ് സല്യൂട്ട്. അത്ര രീതിയിലാണ് നിങ്ങൾ സ്പെയിനിലെ ഡാൻസ് ആയാലും ഇന്ത്യൻ കോറിയോഗ്രാഫി ആയാലും അജിത്തിൻ്റെ AKയുടെ എൻട്രൻസ് ആയാലും, AKയുടെ എൻട്രൻസ് ഒഴിച്ച് ഇൻസൈഡ് വർക്കായാലും ഇതെല്ലാം ഈ പാട്ടോട്ട് ലിങ്ക് ചെയ്താണ് പോണത്, ഡാൻസോട്ട് ലിങ്ക് ചെയ്താണ് ഇവിടെ. ഡാൻസ് അതിൻ്റെ കോറിയോഗ്രാഫി ഇസ് അൺബിലീവബിൾ, അൺപ്രെഡിക്റ്റബിൾ, അമേസിങ്, ഓസം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ടീമിനൊരു ബിഗ് ക്രെഡിറ്റ് തന്നുകൊണ്ട് ഞാൻ അടുത്തതിലോട്ട് പോവുകയാണ്. അടുത്ത ആക്ഷൻ. സുപ്രീം സുന്ദർ ആൻഡ് കലോയൻ വഡിനിജറോവ്. ആക്ഷൻ കോറിയോഗ്രാഫി, അതായത് ആക്ഷൻ ഡയറക്ഷൻ ചെയ്തിരിക്കണം, ആക്ഷൻ കോറിയോഗ്രാഫി. സുപ്രീം സുന്ദർ ആൻഡ് കലോയൻ വഡിനിജറോവ്. ഈ വഡിനിജറോവ് ആരെന്ന് എനിക്കറിയില്ല, ഇംഗ്ലീഷിലുള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട പേരുള്ളതായിരിക്കാം. എൻ്റെ ബായ്, ഈ ഡാൻസ് കൊണ്ട് കഥ പറഞ്ഞ്, ഡാൻസ് കൊണ്ട് സീൻ സീക്വൻസ് ബെൻഡ് ചെയ്ത് പോകുമ്പോൾ അത് ഓഡിയൻസിന് ഒരു വിധത്തിലും ഉപദ്രവിക്കാൻ പാടില്ല. ഓഡിയൻസിൻ്റെ അതിൻ്റെ പൾസിൻ്റെ പരമാവധി മുകളിലെത്തിക്കാൻ നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. കാരണം ഡാൻസ്, അതായത് ഒരു കോറിയോഗ്രാഫി ഹെവി ലെവലിൽ നിന്ന് പോയാൽ അതുമായിട്ട് ലിങ്ക് ചെയ്താണ് കഥ പറയണമെങ്കിൽ അതിലൊരു ആക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 10-20 മടങ്ങ് മുകളിൽ നിന്നാൽ പറ്റൂല, 500-1000 മടങ്ങ് മുകളിൽ നിൽക്കണം. ആ രീതിയിലാണ് നിങ്ങൾ ഇതിൻ്റെ ആക്ഷൻ കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. എൻ്റെ സുപ്രീം സുന്ദറെ, കലോയൻ വഡിനിജറോവ്, ഇംഗ്ലീഷ് ആയിരിക്കാം. നിങ്ങളെയൊക്കെ എന്നെ പറയാന്, നമ്മളൊക്കെ ചുമ്മാ ഇരുന്ന് ബ്ലോഗ് പറയാനേ പറ്റൂ. നിങ്ങളെയൊക്കെ ഈ വർക്ക് ഹാർഡ്നെസ്, എത്ര പേര് ഈ യൂണിറ്റിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടാവും? ഈ യൂണിറ്റിനകത്ത് ഇങ്ങനെ ഈ ആക്ഷൻ സീക്വൻസ് എടുത്തു പോകാൻ ഒരുപാട് ടെക്നോളജി ഉണ്ട്. പക്ഷെ ആ ടെക്നോളജി ഉണ്ടെങ്കിൽ അതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. ഒരു വർക്ക് ചെയ്ത് വെച്ചിട്ടേ നമുക്ക് ടെക്നോളജി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ചെയ്യുന്നതിനൊക്കെ പരിധിയുണ്ട്. അത് നിങ്ങൾ ഇനിയിപ്പോൾ ഏത് AI കൊണ്ടുവന്നാലും എന്ത് കൊണ്ടുവന്നാലും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് ഡയറക്റ്റ് നിന്ന് ചെയ്യണേനെയാണ്. ഇതിൽ നിങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു റിസ്ക് ഓഫ് എഫക്റ്റ് അൺബിലീവബിൾ. അതിനൊക്കെ ഞാൻ എന്ത് വാക്ക് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ, ഒരു മീൻസ്
സംഗീതം പോലെ എന്തൊക്കെയോ വെച്ചിട്ട് സംഗീതം പോലെ എന്നല്ല, സംഗീതം പ്രെഡിക്റ്റ് ചെയ്തിട്ട് കഥ പറയുന്ന സീനുകൾ, ആഴമായ കുടുംബ ബന്ധം, ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറവും എന്തു പറയണത്, നമ്മുടെ അധോലോകം മീൻസ് അണ്ടർവേൾഡ്, ഇതിനെയൊക്കെ സീക്വൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ആക്ഷൻ സീക്വൻസ് കൊണ്ടല്ലോ, വായ് ഓഫ് ദം അൺബിലീവബിൾ, അൺപ്രഡിക്റ്റബിൾ എൻ്റർടൈൻമെൻറ്റ് സിനിമയിൽ. അല്ലാതെയാണെങ്കിൽ എനിക്ക് പറയാൻ പല കാര്യങ്ങളുണ്ടാവും, പക്ഷേ ഇതിലെനിക്കൊന്നും പറയാനില്ല. അൺപ്രഡിക്റ്റബിൾ, ഈ എക്സലൻറ്റ് ബൈ, നിങ്ങളൊരു കോർഡിനേഷൻ ഉണ്ടല്ലോ, ഇതെല്ലാവരും തമ്മിൽ കോർഡിനേഷൻ ഉണ്ടാവും. ബിഗ് സല്യൂട്ട്, ബിഗ് സല്യൂട്ട്. നെക്സ്റ്റ് മ്യൂസിക്, GV പ്രകാശ് കുമാർ. എൻ്റെ പ്രകാശ് എവിടെയാണ് നമ്മളീ പല മുൻനിര മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ കേട്ട് മടുത്തവരാണ്. GV പ്രകാശ് പല ചിത്രങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവും കേട്ടോ, എനിക്കറിയില്ല. ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, കാരണം ഞാൻ റിസർച്ച് ചെയ്തില്ല. താങ്കളുടെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചു, സിനിമയ്ക്ക് പോയി, തിരിച്ച് വന്നിട്ട് പോലും ഞാൻ റിസർച്ച് ചെയ്തില്ല, ഞാൻ ബ്ലോഗ് ചെയ്യുകയാണ്. GV പ്രകാശ് താങ്കൾ ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതെനിക്കറിഞ്ഞുകൂടാത്തതുകൊണ്ട് അത് എൻ്റെ അറിവില്ലായ്മയാണ്. താങ്കൾ ഒരു BGM ഉണ്ടല്ലോ, ചുമ്മാ നെഞ്ച് പെടയണ കേട്ടോ. മലയാളത്തിലാണ് പറയണത്, നെഞ്ച് പെടയണം. നെഞ്ച് പെടയണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പെടയണമെന്ന് അറിയാമോ? ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ, ഒരു സൈഡിൽ സംഗീതം, ഒരു സൈഡിൽ ആക്ഷൻ, ഒരു സൈഡിൽ ഫാമിലി സെൻറ്റിമെൻറ്റ്സ്. ഇതുകൊണ്ട് തീരണമെങ്കിൽ കുഴപ്പമില്ല. പ്രസൻറ്റ് ലൈഫ്, ഫ്യൂച്ചർ ലൈഫ്, നൊസ്റ്റാൾജിക് ലൈഫ്, ഇങ്ങനെ പല വേരിയൻറ്റിൽ കൂടി പതുക്കെ കഥ പറഞ്ഞു പോകണമെങ്കിൽ താങ്കൾക്ക് ചെയ്യാൻ പറ്റും. വേഗത്തിൽ പോകണം. വേഗത്തിൽ പോണതിന് താങ്കൾ എന്ത് ചെയ്യണം? മ്യൂസിക് കൊടുക്കണം. കൊടുത്താൽ പോരാ, അത് ഓഡിയൻസിന് മനസ്സിലാവണ്ടേ. ഓഡിയൻസിന് മനസ്സിലാവുന്ന രീതിയിലല്ലേ താങ്കൾ ഇതിനകത്ത് സംഗീതം ചെയ്തിട്ടുണ്ട്. വല്ലാത്തൊരു പൾസ്. ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ തിയേറ്ററിൽ ഇളക്കി മറിയേ. ഫ്രണ്ട്, ബാക്ക്, എൻ്റെ സൈഡിൽ ഇരുന്ന് എല്ലാവരും കൂവുന്നു. ഇനി അപ്രതീക്ഷിതമായിട്ട് എൻ്റെ വൈഫ് വരെ എഴുന്നേറ്റ് വന്നിട്ട് താളം ചവിട്ടുന്ന പോലെ തോന്നി. എൻ്റെ വൈഫ് എന്ന് പറയുന്നത് വിജയ് ഫാൻസാണ്, പക്ഷെ പുള്ളിക്കാരി പോലും താളം ചവിട്ടുന്ന പോലെ ഒരു ഫീൽ തോന്നി എനിക്ക് തോന്നി. ഞാൻ താളം ചവിട്ടുന്നില്ലായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഒരു ഫീലിങ്സ് ഡയലോഗുകളിലൊക്കെ വരുമ്പോൾ പറയാം, താളം ചവിട്ടുന്നു. അങ്ങനെ ഒരു മ്യൂസിക് വരണം. കാരണം ഇതെന്തൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാലും, എന്തൊക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു, എല്ലാം ചെയ്തു, എഡിറ്റ് ചെയ്തു, ഡബ് ചെയ്തു, എല്ലാം ചെയ്തു, പക്ഷേ ഇതിനകത്ത് കൊടുക്കുന്ന ഒരു മ്യൂസിക്കിന് പ്ലേ ബാക്കും പിന്നെ സോങ് വാലും അവിടെ എവിടെയെങ്കിലും ഒരു വിദഗ്ധി വന്നാൽ മറയിടും പോലെയാണ്. അരാജകത്വം. ഇവിടെ മറയില്ല, ഫുള്ള് പൊളി പൊളി. ബായ് നാമിച്ച് ഏതില് ആ പടത്തെ കാണിക്കുന്നുണ്ട്. താങ്കളുടെ മ്യൂസിക്കിന് കോറിയോഗ്രാഫി ചെയ്ത ആൾ കാണിക്കുകയാണ്. 1 ക്ഷേത്രത്തിന് മുൻപ് ഒന്ന് നമിച്ചു. 2ാമത് ക്രിസ്ത്യൻസിൻ്റെ ലെവലൊന്ന് അടിച്ചു. 3ാമത് അത് ഡാൻസ് കോറിയോഗ്രാഫറെ എടുക്കും. പക്ഷെ അതിനനുസരിച്ചുള്ള താങ്കളുടെ സംഗീതം. ഇങ്ങനെ ഒരു മെസ്സേജ് വീസ് പടത്തിലുണ്ട്. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും കണ്ടോ, എല്ലാ ഈക്വലേഷനാണ്. ഞാൻ എത്ര കാലം കൊണ്ട് പറയുന്നു, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്നുമല്ല. മനുഷ്യരാണ്. പ്രകൃതിയാൽ ജനിച്ചു, പ്രകൃതിയാൽ ജീവിക്കും, പ്രകൃതിയാൽ മരിക്കും. ഇറ്റ്സ് ഈക്വലേഷൻ. അതവിടെ നിൽക്കട്ടെ. സിനിമയുടെ ഇടയിൽ ഞാൻ പറഞ്ഞത്, പക്ഷെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. സന്ദേശം സിനിമയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. മെസ്സേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. ഒരു പാട്ടിനിടയിൽ കാണിച്ചു പോണ മെസ്സേജ് ഞാൻ നിങ്ങളെ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് സംശയമാണെങ്കിൽ നോക്കൂ. എൻട്രൻസ് പാട്ടിലാണ്, സ്റ്റാർട്ടിങ് പാട്ടിലാണ്. നല്ല എക്സലൻ്റ് ആയിട്ട്
ഇങ്ങനെ ഒരു സീൻ ഉൾപ്പെടുത്തണമെങ്കിൽ ഇതൊക്കെ ആര് തീരുമാനിക്കണം? ഡയറക്ടർ അജിത്ത് എന്ന് പറയുന്ന മനുഷ്യൻ, AK എന്ന് പറയുന്ന മനുഷ്യൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടായിരിക്കും അങ്ങനെ എടുത്തിട്ട്. പിന്നെ കോറിയോഗ്രാഫർക്ക് അത് മനസ്സിലാവണം. ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇത് തിയേറ്ററിൽ ചിലപ്പോൾ പൊട്ടിപ്പോ ഇങ്ങനെ ഒരു സീന് കാണിച്ചാൽ. ഇപ്പോഴങ്ങനെയാണല്ലോ കാലം, ഈക്വലേഷൻ ഒന്നും ഇല്ലല്ലോ. ഈക്വലേഷൻ എവിടെയോ പോയി നിൽക്കണേ കേട്ടോ. അങ്ങനെയൊന്നും ഇല്ലല്ലോ. പക്ഷെ ആ സാഹചര്യം പ്രേക്ഷകർക്ക് ഇതൊന്നും കത്തിക്കാൻ പറയണതല്ല കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ പറയണ മനസ്സിലാക്കി ആരെങ്കിലും കത്തിക്കാന്നൊന്നും ഇനിയിപ്പോൾ തിയേറ്റർ ഒന്നും കത്തിക്കും, പ്ലീസ് ദയവേത് അങ്ങനെയൊന്നും കത്തിക്കരുത്. ഞാൻ പറഞ്ഞത് അത്ര ഈക്വലേഷൻ ഈ പടത്തിൽ കൂടി ഒരു പാട്ട് സീനിൽ കൂടെ കാണിക്കണമെന്നാണ്. സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എൻ്റെ വ്യൂവിൽ ഞാൻ കണ്ടതാണ്. നിങ്ങൾക്ക് സംശയമാണെങ്കിൽ ആ പാട്ട് വീണ്ടും വീണ്ടും കാണാം. TV-യിൽ വരും പിൽക്കാലത്ത്. TV-യിലൊക്കെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വരുമല്ലോ. അപ്പോഴൊക്കെ എൻ്റെ പ്രേക്ഷകർ കണ്ടു നോക്കും. ഞാൻ പറഞ്ഞു പോകണമെന്നുള്ളൂ, കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഉണ്ടാവണമെന്നില്ലല്ലോ. അങ്ങനെ എൻ്റെ GV പ്രകാശ് കുമാർ തൊഴുതു, വണക്കം ചെയ്തു. ഇൻഷാ അല്ലാഹ് പോയിട്ടേ ഇരിക്കട്ടെ, താങ്കളൊക്കെ പോയിട്ടേ ഇരിക്കട്ടെ. നിങ്ങളൊക്കെയാണ് ഈ നാടിൻ്റെ സ്വത്ത്, മൂല്യം. എന്താണ് സിറ്റുവേഷൻ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ തയ്യാറാവണം. നിങ്ങളൊക്കെയാണ് ഈ നാട്ടിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിന് ശ്രമിക്കുന്നവർ. ബിഗ് സല്യൂട്ട്. അടുത്ത് ഇതിൻ്റെ ലിറിക് റോഗേഷ്, ഡാർക്കെ ആൻഡ് നിക്സൺ. ഇതിൻ്റെ ഗാനരചന തയ്യാറാക്കിയിരിക്കുകയാണ്. വളരെ വേഗത്തിൽ, വളരെ സ്പീഡപ്പിൽ, എന്നാൽ ഇടയ്ക്കൊക്കെ സെൻറ്റിമെൻറ്റ്സ്, പിന്നെ ഇടയ്ക്കൊക്കെ അടിപൊളി. രോഗേഷ്, ഡാർക്കെ ആൻഡ് നിക്സൺ നന്നായിട്ടുണ്ട് കേട്ടോ. ഒരു മാസ് സിനിമയ്ക്ക് വേണ്ട എല്ലാം നിങ്ങളെ കൈപ്പിടിയിൽ ഒതുങ്ങിയിട്ടുണ്ട്, നിങ്ങളെ രചനയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ കണക്കൂട്ടലാണെങ്കിൽ ഒരു കുറേ കാലം നിങ്ങൾ റിസ്ക് എടുത്തായിരിക്കും. കാരണം ഈ സീനെല്ലാം മനസ്സിലാക്കി, സീൻ സീക്വൻസ് മനസ്സിലാക്കി ഒക്കെ ഇത് റൈറ്റ് ചെയ്യണ്ടേ. കാരണം പിന്നെ ഒരു 100,000 പ്രാവശ്യം ഇത് മാറിയിട്ടുണ്ടാകും. ചിലപ്പോൾ ഇല്ലാതിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് സംഭവിക്കും. അത് പ്രകൃതി നിയമമാണ്, പെട്ടെന്ന് സംഭവിക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ, 100,000 പ്രാവശ്യം ചേഞ്ച് ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ഈ കോർഡിനേഷൻ ഉണ്ടല്ലോ, നിങ്ങളുടെ ലിറിക് ഉണ്ടല്ലോ, മാസ് എൻ്റർടൈൻമെൻറ്റ് സിനിമയ്ക്ക് വേണ്ട എല്ലാം അതിനകത്തുണ്ട്. രോഗേഷ്, ഡാർക്കി ആൻഡ് നിക്സൺ. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞവർക്കൊപ്പം നിങ്ങളുടെ സല്യൂട്ട് എടുത്തോളൂ, പച്ചു. പിന്നെ സിംഗേഴ്സ് OG സംഭവം പാടിയത് GV പ്രകാശ്, ആദിക്ക്, രവിചന്ദ്രൻ. അതായത് OG സംഭവം അങ്ങനെ ഒരു പാട്ട് തുടങ്ങുന്നുണ്ട്. ആ പാട്ട് പാടിയിരിക്കുന്നത് GV പ്രകാശ്, ആദിക്ക്, രവിചന്ദ്രൻ. ഒരു പാട്ട്. അടുത്ത് 2 ഗോഡ് ബ്ലെസ് യു. പടം തുടങ്ങുന്നതിലാണോ? ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അനുഗ്രഹിച്ചാലും നിങ്ങൾ തിരിച്ച് നെഗറ്റീവ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈശ്വരന് തന്നെ മാറി ചിന്തിക്കേണ്ടി വരും. ഈശ്വരൻ എവിടെ വരും? അടുത്ത പോർഷനിലോട്ട് ഇറങ്ങുമായിരിക്കാം. അങ്ങനെ വരുമ്പോൾ കഥാപാത്രം നെഗറ്റീവ് ആവും, കഥാപാത്രം അടുത്തയിലോട്ട് പോകും. ഞാൻ അങ്ങോട്ടൊന്ന് വിശദീകരിച്ച് മറ്റൊന്നിനെയും ഇതിനകത്ത് ക്രോഡീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതൊരു സിനിമയായിട്ട് നിൽക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അനിരുദ്ധിന് ഞാൻ നിങ്ങളടുത്ത് പറയണ്ട, ഇവിടുത്തെ ഇന്ന് ഏറ്റവും റേറ്റുള്ള മ്യൂസീഷ്യനാണ് പുള്ളി. ഈ സിനിമയിൽ പാടിയിട്ടുണ്ട്, മ്യൂസീഷ്യനല്ല. അനിരുദ്ധ്, രവിചന്ദ്ര, പാൽദബ, ഇവരാണ് ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞ പാട്ട് പാടിയിട്ടുള്ളത്. ഈ പറഞ്ഞില്ലേ, ഈ മ്യൂസിക് JV പ്രകാശ് കുമാറെ, താങ്കൾ ഇവരെ ഉപയോഗിച്ചിരിക്കുന്ന രീതി കൊണ്ടല്ലോ. ഞാനൊരു സാധാ പ്രേക്ഷകനാണ്. എന്നെ സംബന്ധിച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സിനിമയെ വിശകലനം ചെയ്ത് ഇങ്ങനെ കീറി മുറിക്കുന്ന കുറേ ഇൻ്റർനാഷണൽ ബ്ലോഗേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ
എന്ത് പറയണത്, ലിറിക്സ് ഇതെല്ലാം ഇങ്ങനെ മുറിച്ച് മുറിച്ച് നോക്കുന്ന, ഓസ്കർ എടുക്കുന്നവരും നാഷണൽ അവാർഡ് എടുക്കുന്ന ബുദ്ധിജീവികൾ, സ്റ്റേറ്റ് അവാർഡ് എടുക്കുന്ന ബുദ്ധിജീവികളും അവരെ അങ്ങനെയുള്ളവരുടെ നോളജൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട, എൻ്റെ വ്യൂവിൽ വന്ന, ഞാൻ ആസ്വദിച്ച, എനിക്ക് എൻ്റെ ബ്ലഡിലുണ്ടായ ഫീലിങ്സ്, ആ സമയത്ത് എനിക്കുണ്ടായ ഒരു ഫീലിങ്സ്, എനിക്കുണ്ടായ ഒരു എനർജി, അതിനെ വെച്ചാണ് ഞാൻ പറയുന്നത്. ഓ, എൻ്റെ ജീവി പ്രകാശ്, ഇവരെയൊക്കെ അനിരുദ്ധിനെ പോലെ ഒരാളെ ഇത്രയും ഫേമസ് ഇപ്പോഴേ നിൽക്കുന്ന ലെവലിൽ ടോപ്പ് 1 നിൽക്കുന്ന ഒരു ഇവരെയൊക്കെ വിളിച്ചിട്ട്, അതായത് ടോപ്പ് മ്യൂസിക് ഡയറക്ടറെയൊക്കെ വിളിച്ചിട്ട് ഈ പടത്തിൽ പാടിച്ചിട്ട്, മ്യൂസിക് നിങ്ങളാണ് പാടിച്ചിട്ട് ആ പാട്ടിനെ ഇങ്ങനെ ലെവലാക്കി മാസാക്കി കൊണ്ടുവന്നിട്ടില്ലേ. ഓ, ആ പാട്ട് തന്നെ നമ്മളെ വേറെ ലെവലിൽ കൊണ്ടെത്തിക്കും തിയേറ്ററിൽ ഇരിക്കുമ്പോൾ. മാസ് സിനിമയിൽ നിന്ന് അറിഞ്ഞു പോകണോണ്ടാണ്. ഓ, എന്താ ബായ്, നിങ്ങളൊക്കെയാണ് രാജാക്കന്മാർ. അതൊക്കെ നിങ്ങളുടെ റിസ്ക്കാണ് ഞാൻ പറയണത്. നിങ്ങളൊക്കെ റിസ്ക് എടുക്കണവരാണ്, ഇനിയും എടുക്കണം. നിങ്ങൾക്കൊക്കെ സപ്പോർട്ട് ഞങ്ങളെ പോലെയുള്ളവരുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിസ്ക് എടുക്കണവരാണ്. അതിന് മാർക്കറ്റുണ്ട്, വാല്യൂ ഉണ്ട്, എല്ലാം ഉണ്ടാവും. ആ ലെവലിൽ ഈ പടത്തെ നിങ്ങളുടെ മ്യൂസിക്കിൻ്റെ ഒരു അകമ്പടിയിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഇവരെ പാട്ട് ചെയ്തിട്ട് എത്തിച്ചിട്ട്, പിന്നെ അതിൻ്റെ വിഷ്വലിനെ കുറിച്ചൊക്കെ ഞാൻ ബാക്കിൽ നിന്ന് വരാം. ഓ, ബ്യൂട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് AK ദ ടൈഗർ എന്ന് പറഞ്ഞ പാട്ട് പാടിയിരിക്കുന്നത് ദാർഖെ നാഗരാജ. ഞാൻ എന്ത് പറയാനാണ് ഇതിനെക്കുറിച്ചൊക്കെ, ഞാൻ ഓരോ പാട്ടിനെ കുറിച്ച് പറഞ്ഞു വരാണത് തന്നെ. പിന്നെ AK ദ ടൈഗർ, അതിന് ഇതെല്ലാം മ്യൂസിക് ഡയറക്ടർ. നിങ്ങൾ ഈ അന്വേഷിച്ച് കറക്റ്റ് മനസ്സിലാക്കി ഈ പാട്ടൊക്കെ ആർക്ക് കൊടുക്കണം, ഇത് മാസമായിട്ട് പോകണം, സ്പീഡിൽ പോകണം. തന്നെ ദാർഖയ്ക്ക് നാഗരാജയ്ക്കൊക്കെ ഈ പാട്ട് കൊടുത്തിട്ട് പൊളിക്കുമായിരുന്നു നിങ്ങൾ. ഇതൊക്കെ കാരണം ഇതിനകത്ത് ഡാൻസും ഇതോട്ടൊക്കെ ബാലൻസ് ആവണം. ഈ പാട്ട്, ഡാൻസ്, സിറ്റുവേഷൻ എടുക്കുന്ന സീന്, സെന്റിമെന്റ്സ്. ഓ, മാസ് എന്റർടൈൻമെന്റ് സിനിമയെ സംബന്ധിച്ചിട്ട് ബിഗ് ബിഗ് സല്യൂട്ട്. അടുത്ത് രാംഗളം, സ്മിത്ത്, ആഷർ ആൻഡ് നിക്കൽ, ഇവരാണ് 4ാമത്തെ പാട്ട്. അങ്ങനെ ഈ 4 പാട്ടുകളല്ല, ഇതിനകത്ത് മറ്റും ഉണ്ടാവും, ഞാൻ എഴുതിയാണ്. ഇതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഇവരെല്ലാവരെയും ഇതിന് സീനും സിറ്റുവേഷനും ഇതൊക്കെ അനുസരിച്ച് സോങ് ചെയ്ത് അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കാണിച്ചിട്ടുള്ള GV പ്രകാശ് കുമാർ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ. താങ്കൾ മുത്താണ് ഭായി, താങ്കൾ മുത്താണ്, മണിമുത്താണ്. താങ്കൾ കടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് അതിൻ്റെ, കാരണം ഇതൊരു മാസ് എന്റർടൈൻമെന്റ് സിനിമയ്ക്ക് ഇത്രയും കോർഡിനേറ്റ് ചെയ്യാൻ എന്നെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റണില്ല. ഇതൊരു കോർഡിനേറ്റ്, ഇത് വളരെ വേഗത്തിൽ കഥ പറയണം, ചെറിയ കഥ, പിന്നെ അതിന് സ്റ്റാർ വാല്യൂവിൽ എത്തിക്കണം, പിന്നെ അതിനകത്തൊരു ഡാൻസിന് ഒരു ഹൈ പവർ വരണം, നൊസ്റ്റാൾജിക്ക് വരണം. ഇതിനെയൊക്കെ എടുത്തിട്ട് കൂട്ടി കലക്കി കൊണ്ട് എത്തിക്കണ്ടേ. അങ്ങനെ എത്തിക്കണ കടലിൽ പോയാൽ പോരാ, കടൽ എത്തി അതിൻ്റെ ആഴങ്ങളിലോട്ട് എത്തിയാൽ പോരാ, അതിൻ്റെ ആഴങ്ങളിലെത്തിയാൽ പോരാ, അതിൻ്റെയും കടലിൻ്റെ അടിയിൽ തുറന്നുകൊണ്ട് നമ്മൾ ഹോളിട്ടിട്ട് അതിൻ്റെ ആഴങ്ങളിലോട്ട് ചെല്ലണം. അപ്പോഴാണ് യഥാർത്ഥത്തിലെ കടലിൻ്റെ പൾസ് എന്താണ്, അണ്ടർഗ്രൗണ്ട് പൾസ് എന്താണെന്ന് മനസ്സിലാവും. ഇതൊന്നുമില്ലാത്തൊരു ലോകമുണ്ട്, ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന കുറേ മനുഷ്യർ. ഒന്നും അറിയില്ല, പ്രകൃതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരറിയും പ്രകൃതി എങ്ങനെയൊക്കെ ആദ്യം നിമിഷം മാറിക്കൊണ്ടിരിക്കണം? ആരറിയുന്നു? ആരറിയാൻ? ആരെ ചിന്തിക്കാൻ? ജീവിക്കാൻ നിവർത്തിയില്ലാതെ മനുഷ്യരോടെയല്ലേ, അങ്ങനെയല്ലേ നമ്മളെ ടെക്നിക്കലായിട്ട് ട്രാപ്പ് ചെയ്തിരിക്കുന്നത്. ആ സിറ്റുവേഷനിൽ ഇതിൻ്റെ എല്ലാം കാരണം അകം അറിയണം, കടലിൻ്റെ ആഴം അറിയണം, അതിൻ്റെയും അടിയിൽ ആഴം അറിയണം, പിന്നെ മുകളറിയണം. ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന കുറേ ലോകത്തിലെ മനുഷ്യരാണ്. ആ രീതിയിലാണ് ഇതിൻ്റെ മ്യൂസിക് പോയിരിക്കുന്നത്. വണ്ടർഫുൾ, വണ്ടർഫുൾ,
അത്ര എനിക്ക് പറയാം. ബാക്കി നിങ്ങൾ വെച്ചോളൂ. പിന്നെ എൻ്റെ മേക്കപ്പ് എസ്ലർ. ഓ, എന്നാ മേക്കപ്പ്! പല എന്നാ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് താങ്കൾ പൊളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയിൽ ഇത്രയും ഫാസ്റ്റായിട്ട് പോകുമ്പോഴത്തേക്കും മേക്കപ്പ് ചർക്കാൻ നോക്കണം. പ്രേക്ഷകർക്കും ഒരിടം പിടികിട്ടരുത്, ചർക്കിയിട്ടുണ്ടെങ്കിലും പിടികിട്ടരുത്. ആ രീതിയിൽ എസ്ലറെ ബ്യൂട്ടി 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 തന്നിരിക്കുന്നു താങ്കൾക്ക് വേണ്ട എല്ലാം. പിന്നെ അത് കഴിഞ്ഞ ആർട്ട് ഡയറക്ഷൻ ആദിക് രവിചന്ദ്രൻ ബായ്. എന്നാ പറയാനായി, ഇത് ഒരു പടം ചിത്രീകരിക്കുമ്പോൾ എല്ലാം എല്ലാ സ്ഥലത്തും അല്ല ചിത്രീകരിക്കുന്നത്. ഒരു 30-40% ചിത്രീകരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഗ്രീൻ മാറ്റിൽ ബ്ലൂ മാറ്റിലൊക്കെ ചിത്രീകരിച്ചിട്ട് ഇൻസൈഡ് അതിൻ്റെ റിലേ എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രാഫിക്സ് ചെയ്യാണ് ചെയ്യണത്. എൻ്റെ അറിവ് ശരിയാവണമെന്നില്ല, ക്ഷമിക്കുക. പക്ഷേ എങ്കിലും ഞാൻ പറയണം, അങ്ങനെ അങ്ങനെയും അല്ലാതെ എടുത്തിരിക്കാം. എടുത്ത ഈ ചിത്രം അതിനനുസരിച്ചിട്ടുള്ളൊരു ആർട്ട് ഡയറക്ഷൻ ഉണ്ടല്ലോ, ആദിക് രവിചന്ദ്രൻ. ഇത്ര സ്പീഡിൽ പോണ ഒരു സിനിമ, ആ സീനിനനുസരിച്ചിട്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന ആർട്ട് ഡയറക്ഷൻ, അതിന് 10 മാർക്ക് അങ്ങ് തരയാണ്. സ്പീഡപ്പ് ഭയങ്കരമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. എവിടെയെങ്കിലും 10 എനിക്ക് കുറയ്ക്കാൻ 10 മാർക്കിൽ കുറയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇനി പറയും. ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയെ സംബന്ധിച്ചിട്ട് അൺബിലീവബിൾ, പ്രെഡിക്റ്റബിൾ. ബൈ. അഭിനന്ദനങ്ങൾ താങ്കൾക്കും താങ്കളുടെ ടീമിനും. പിന്നെ ക്യാമറ അഭിനന്ദൻ രാമാനുജൻ. ഇതിൽ ക്യാമറയെ കുറിച്ചൊക്കെ അഭിപ്രായം പറയാൻ ഞാൻ ആരാണ്? ഒരു മൊബൈൽ വെച്ചിട്ട് ഈ ബ്ലോഗ് പറയണ ഞാൻ ആരാണ്? ഈ സിനിമയിലൊന്നും ഞാൻ പറയില്ല ഭായ്. നിങ്ങളെ ക്യാമറ ഉപയോഗിച്ചിട്ട് നിങ്ങൾ 10, 20, 25 ക്യാമറ ഉപയോഗിച്ചിട്ടൊക്കെ ഈ സിനിമ എടുത്തിട്ട് ഇത്രയും സ്പീഡ് ബാക്കിൽ കൊണ്ടുവന്നിട്ട് ഇത്രയും നിങ്ങളൊക്കെ തമ്മിൽ നല്ല കോർഡിനേഷൻ ആയിരിക്കണം. കാരണം എഡിറ്റിംഗ്, ഡബിങ്, ആർട്ട്, എല്ലാ ഡാൻസ്, കോറിയോഗ്രാഫി, ആക്ഷൻ, നിങ്ങളൊക്കെ തമ്മിൽ കോർഡിനേഷൻ കിട്ടാൻ വലിയ പാടാണ്. നമ്മൾ നടന്മാരും നടിമാരും അങ്ങനെ എടുത്തിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ക്യാമറയെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായവും പറയാനില്ല. ഞാൻ പറയൂല, കാരണം അത്രയ്ക്ക് ബ്രില്യൻ്റാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഈ ഒരു മൊബൈലും വെച്ച് ബ്ലോഗ് ചെയ്തിരിക്കണം ഞാൻ പറയണമെങ്കിൽ നിങ്ങളോട് കാണിക്കുന്ന അനീതിയാണ്. എൻ്റെ ഭായ്, ഞാൻ അതുകൊണ്ട് ഒരു അഭിപ്രായം പറയില്ല. ഇനി എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞാൽ 10ൽ 10 ഞാൻ അങ്ങ് തന്നു. ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയെ സംബന്ധിച്ച് ഞാൻ തന്നു. വേറെ ഒന്നും പറയരുത്. ഞാൻ പേര് പറഞ്ഞു പോവേണേ. ക്യാമറ അഭിനന്ദൻ ആൻഡ് രാമാനുജൻ. സുഹൃത്തെ, ഞാൻ അത്ര ബ്രില്യൻ്റ് അല്ല. അതുകൊണ്ട് നിങ്ങളത് നിങ്ങളുടെ ഓസ്കറായിട്ട് ഇതിനെ കണക്കാക്കും. കോസ്റ്റ്യൂം കാർലോസ് സിമി ആൻഡ് ടീം. ഒരു സിനിമയെ വേഗത്തിൽ പറയുമ്പോൾ ആ വേഗത്തിനനുസരിച്ച് ഇന്ത്യൻ കൾച്ചറിനനുസരിച്ച് അത് പിന്നെ ചെയ്യണം. ആ ചെയ്യണതിന് എന്തിന് സായിപ്പിനെ ഇവിടെ കൊണ്ടുവന്നു? അവിടെ എന്തുകൊണ്ട് ഇന്ത്യക്കാരനെ എടുത്തില്ല? എനിക്കതിലൊരു ഒരു സംശയം തോന്നിയതാണ്. ഇതിലെ ഫ്രെയിമിലൊന്നും ഒരു ഫാളിച്ചയില്ല. ഇതിലൊരിടത്തും കോസ്റ്റ്യൂം മിസ്റ്റേക്ക് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ എന്താണ് സായിപ്പിനെ ലീഡിങ് റോളിൽ കൊണ്ടുവന്നത്? സായിപ്പിൻ്റെ ബാക്കിൽ പുറത്ത് വെച്ചത് 10, 50, 100, 500 ഇന്ത്യക്കാരായിരിക്കാം. പക്ഷെ സായിപ്പിനെ എന്തിന് ലീഡിങ് റോളിൽ കൊണ്ടുവന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ വിട്ടാൽ ഈ പടത്തിൻ്റെ 75% കഥ പറയുന്നത് സ്പെയിനിലാണ്. സ്പെയിനിൽ കഥ പറയുമ്പോഴത്തേക്കും ഇന്ത്യൻ കൾച്ചറിൽ കഥാപാത്രങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന ഇന്നത്തെ നിലയിൽ പലരെ സംബന്ധിച്ച് അത് എത്തണമെന്നില്ല. ആ ഒരു കാഴ്ചപ്പാടായിരിക്കണം ഡയറക്ടറോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡ്യൂസറോ അതിൻ്റെ മറ്റു പലരും ഈ നമ്മുടെ ഈ പറയുന്ന കോസ്റ്റ്യൂമിനെ കാർലോസ് സിമിയെ സായിപ്പിനെ കൊണ്ടുവന്നത്. പുള്ളി സ്പെയിൻകാരനോ മറ്റു പലയിടത്തുള്ളതായിരിക്കാം. പക്ഷെ സ്പെയിനിലാണ് ഈ കഥയുടെ എല്ലാം നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇത് കൊണ്ടുവന്നത്. പിന്നെ കൊണ്ടുവന്നെങ്കിലോ ഒരു നെല്ലട തെറ്റില്ല.
വേണ്ട, ഒരു നെല്ലിനെ മൂന്നാട്ട് ഭാവിച്ച ഒരു കടുക് കിട്ടും. ഒരു കടുക്, ഒരു മസ്റ്റാർഡ് തെറ്റില്ല, അതാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഓ, വണ്ടർഫുൾ, വണ്ടർഫുൾ, വണ്ടർഫുൾ. കരോളിന സിമിക്ക് ചെയ്തതിനും വണ്ടർഫുൾ. ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റണം. അതിനൊരു ടീം വർക്കാണ്, അതൊക്കെ ഒരു വലിയ ബിസിനസ്സാണ്. എല്ലാവർക്കും അയ്യോ അഭിനന്ദനങ്ങൾ. ശരി, അങ്ങനെ ഇരിക്കട്ടെ. അടുത്ത് എഡിറ്റിംഗ് വിജയ് വേലിക്കുട്ടി. എൻ്റെ വിജയ്, എന്നെ എഡിറ്റിങ് ഈ സ്പീഡിൽ നിങ്ങളൊക്കെ ഇത് എൻ്റെ ബ്രെയിൻ. നിങ്ങളൊക്കെ പുതിയ പിള്ളേരായിരിക്കാം, അല്ലെങ്കിൽ പഴയ ആളായിരിക്കും, എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഏജ് ഒന്നും നോക്കിയോ ഒന്നും നോക്കിയിട്ടില്ല. എനിക്കൊരു അഭിപ്രായം പറയാനില്ല. ഇത്രയും സ്പീഡിൽ സീൻ സീക്വൻസ് തെറ്റാത്ത പ്രേക്ഷകരെ പൾസറിഞ്ഞ് എഡിറ്റ് ചെയ്ത് കയറണം. എത്രയോ സീൻ എടുത്തിട്ടായിരിക്കും നിങ്ങൾ ഈ വേഗത്തിൽ എഡിറ്റ് ചെയ്തത്. ഇതിനകത്ത് എല്ലാം വരണ്ടേ, ഗ്രാഫിക്സ് അടക്കം എല്ലാം അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്ത് വരണ്ടേ. എനിക്കൊന്നും പറയാലോ കേട്ടോ. അമേസിങ്, അമേസിങ്. ഈ സിനിമയ്ക്ക് 2ാം പാർട്ട് വരട്ടെ, അതിൽ നിങ്ങൾ തന്നെ എഡിറ്റ് ചെയ്യട്ടെ. പിന്നെ ആക്ടേഴ്സ്, അടുത്ത ആക്ടേഴ്സ് ഉഷാ ഉതുപ്പ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ മാഡം അങ്ങോട്ട് പൊളിച്ചു കേട്ടോ. തൃഷ റേഞ്ചൊക്കെ മാറി, മാറിയല്ല, തൃഷയൊക്കെ നന്നായിട്ടുണ്ട്, അടിപൊളി. ശ്രീലീല, പ്രിയ പ്രകാശ്, ഏലിയൻ, മാഫിയോലി, അർജുൻ ദാസ്, എസ് ജെ സൂര്യ അല്ലേ. ഈ ഇതിൽ ആക്ടേഴ്സ് ഉഷാ ഉതുപ്പ്, തൃഷ, ശ്രീലീല, പ്രിയ പ്രകാശ്. ഇവരെ കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഉഷാ ഉതുപ്പിനെ നിങ്ങൾക്കറിയാം, തൃശ്യ അറിയാം, ശ്രീലീല, പ്രിയ പ്രകാശ്, ഇവരെയൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്ന ആക്ടേഴ്സാണ്. എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവരെ നന്നായിട്ട് പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് വന്നിരിക്കുന്നത് അർജുൻ ദാസ്, എസ് ജെ സൂര്യ, മെയിൽ ആർട്ടിസ്റ്റുകളും. ജാക്കി ഷറഫ്. എൻ്റെ മനുഷ്യ, നിങ്ങൾ ഈ വയസ്സായ കാലത്ത് എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ എല്ലാ സിനിമയിലും നിങ്ങളുടെ സൗത്ത് ഇന്ത്യ അങ്ങോട്ട് എടുത്തിരിക്കുകയാണ്. എൻ്റെ ജാക്കി ഷറഫേ, നിങ്ങൾ ഈ 65-70 വയസ്സിൽ എൻ്റെ മനുഷ്യ ജാക്കി ഷറഫിന് എൻ്റെ വക ഒരു പ്ലെയിൻ കേസ് ഇരിക്കട്ടെ, വേണമെങ്കിൽ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് വരുന്നത് സുസ്ലിൻ കെ ഗഫൂർ. പിന്നെ അതുകൊണ്ട് സുനിൽ, ഷൈൻ ടോം ചാക്കോ. ഷൈനെ കൊള്ളാൻ കേട്ടാ. 2-4 സീനുണ്ടെങ്കിലും താങ്കളും പൊളിച്ചു. മലയാളത്തിൽ റേഞ്ച് അറിയിച്ചു, താങ്കളുടെ ക്വാളിറ്റി അറിയിച്ചു. സല്യൂട്ട്. രാഹുൽ ദേവ്, യോഗി ബാബു. ഒരു സീനിലാണ് യോഗി ബാബു വരുന്നത്. സാറിന് ഓവറൊക്കെ ആവും. ആ ഒരു ഒറ്റ അറ്റൻഷൻ മതി. ഏത് എയർപോർട്ടിൽ പുള്ളി ഒന്ന് പുറത്ത് വിട്ടോളൂ എന്ന് പറയണ ഒറ്റ പരിപാടി മതി. താങ്കൾക്കും അഭിനന്ദനങ്ങൾ. പ്രസന്ന വെങ്കടേശൻ, പ്രഭു ആൻഡ് നിൽക്കട്ടെ, സാനിയ ഗ്രാവു, ഷെങ്കോ, അൽവാനോ വേര, റെഡിൻ കിഡ്സി. ഇതൊക്കെ ഇംഗ്ലീഷ് നടന്മാരാണ്. ഞാൻ ഈ നടന്മാരുടെ ഒരു വിഷയത്തിലോട്ട് പോണതിന് മുമ്പ് പ്രേക്ഷകർ, ഇത് വളരെ ലെങ്തുള്ള വീഡിയോ ആയിരിക്കും, ഞാൻ പറയട്ടെ. ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ്, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഇംഗ്ലീഷിലെ ഡാൻസേഴ്സ്, ഇതിൽ ഇംഗ്ലീഷിലെ ചെറിയ ചെറിയ സീനിൽ വന്നിരിക്കുന്ന നടന്മാർ സ്പെയിനിൽ, ഇതൊക്കെ അവരതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു ആത്മാർത്ഥത കാണണം. നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുറേ വിളിച്ചു നിർത്തിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഒരു പരിധിയുണ്ട് പല സിനിമയിലും. ഇതിൽ നിങ്ങൾ നോക്കിയത് ഈ നമ്മൾ സായിപ്പ് എന്ന് പറയുന്ന പലയിടത്ത് അവരെ ഓരോ അവേഴ്സിനും ഓരോ മിനിറ്റിനും ഓരോ ഡേക്കും വലിയ പേയ്മെന്റ് വാങ്ങിയിട്ടുണ്ടാവും, ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ. അത് ഞാൻ ഇല്ലെന്ന് പറയണില്ല, അത് കൊടുത്താലേ പടം നിൽക്കുകയുള്ളൂ, അല്ല അവരഭിനയിക്കുകയുള്ളൂ. പക്ഷെ അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിലും അവരതിനോടെടുത്തിരിക്കുന്ന ആത്മാർത്ഥത, അതിൽ അഭിനയിച്ചിരിക്കുന്ന ഡാൻസേഴ്സ്, ഇറ്റ് ഈസ് എ വെരി, പറയാൻ വാക്ക് കിട്ടില്ല, അബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് എന്ന് പറയേണ്ടി വരും.
വളരെ മികച്ചത്. ரொம்ப நல்லா இருக்குமா, அழகா இருக்கு, என்னப்பா நீங்க பண்ணி வச்சிருக்கு എന്ന് തന്നെ சொல்லியிருக்கு, சொல்ல வேண்டும். அதோ அந்த மாதிரி பண்ணியிருக்கு. நீங்க எவ்வளோ காசு வாங்கினாலும் காசுக்கல்ல வேலை பண்ற, பேஷனாகி பண்ணுறேன். அந்த மாதிரி இந்த ஃபிலிமில் நீங்கள் ஸ்பெயின் ஆர்டிஸ்ட்களும் பண்ணியிருக்கு. ஸ்பெயினில் நீங்கள் எல்லாமே സ്പെയിൻ ആർട്ടിസ്റ്റ് ഞാൻ சொல்லலை, അങ്ങ് ഇരിക്കുമെന്ന് ഞാൻ சொல்லலை, അവിടെ ഉള്ളവരെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ പൊളിച്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ പടത്തിന് ഗുണം ചെയ്തു എന്നാണ് ഞാൻ പറയുന്നത്. ബ്യൂട്ടി ബ്യൂട്ടി ബ്യൂട്ടി. സ്പെയിൻ ആർട്ടിസ്റ്റ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പിന്നെ ഇതിനൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ പുഷ്പയിൽ അഭിനയിച്ചിരിക്കണ വില്ലെ പുള്ളി ഈ സിനിമയിൽ ജയിലറിലുണ്ട്, ഈ സിനിമയിലുണ്ട്. എൻ്റെ മനുഷ്യ, നിങ്ങളൊക്കെ എന്നാ ലെവല് അഭിനന്ദിക്കുകയാണ് ചെയ്യണം. നിങ്ങൾ നല്ല വ്യത്യസ്തമായി ചിന്തിക്കുന്നുണ്ട്. കാരണം താങ്കൾക്ക് ഇനിയും ഒരുപാട് നൂറ് കണക്കിന് നല്ല റോളുകൾ കിട്ടട്ടെ. അത് കിട്ടും, താങ്കളുടെ കഴിവനുസരിച്ച് കിട്ടട്ടെ. അതിന് ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. പിന്നെ സ്നേഹയുടെ ഹസ്ബൻഡ്, എനിക്ക് പേരറിയില്ല, അദ്ദേഹത്തിന് നല്ലൊരു റോള് കിട്ടിയിട്ടുണ്ട്. താങ്കളും കഴിവുള്ള ആളാണെന്ന് ഈ പടത്തിൽ തെളിയിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുമ്പോഴാണ്, ആ സിറ്റുവേഷൻ ഒത്തു വരുമ്പോഴാണ് ഇതൊക്കെ അഭിനയിച്ച് പഠിപ്പിക്കാനുള്ളത്. മികച്ചതാണ്, എഫിഷ്യൻ്റ് ആണ്, ബ്രില്യൻ്റ് ആണ്. പിന്നെ അതിലുള്ള മറ്റ് എല്ലാവരും ബ്രില്യൻ്റ് ആണ്. എന്നാൽ അങ്ങനെയാണെങ്കിലും ഇവർ കുറച്ചുകൂടെ ഇനി ഉന്നതങ്ങളിലെത്താൻ സാധ്യത ഭയങ്കരമായിട്ട് കാണുന്നു. അഭിനന്ദനങ്ങൾ. അങ്ങനെയാണ് ഇതിൻ്റെ ആർട്ടിസ്റ്റ് കാസ്റ്റിംഗ് പോണത്. ഇതിനകത്ത് ഞാൻ എഴുതി വെച്ചതാണ് പറയണത്, ഞാൻ നേരത്തെ എഴുതി വെച്ചിട്ടുള്ളതാണ്. എന്നോട് പ്രേക്ഷകർ ക്ഷമിക്കുക. പലരെയും വിട്ടുപോയിട്ടുണ്ട്, 100,000 പേരുണ്ട്, അവരെയൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. വിട്ടുപോയിട്ടൊരു പറയാതുകൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ട് പറയുന്നത്. എല്ലാവരും ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആത്മാർത്ഥത. അത് കാണുമ്പോഴാണ് നമ്മൾ നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞു. ഈ ആത്മാർത്ഥത എന്ന് പറയുന്നത് കാശിന് കിട്ടുന്നതല്ല, കാശ് കൊടുക്കുന്നു എന്നുള്ളേ ഉള്ളൂ. നമ്മളൊരു വർക്കിന് വേണ്ടി കാശ് ചിലവാക്കും. പക്ഷെ വരുന്നവർ നമ്മളോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയുണ്ട്. മണിക്കൂറിന് $10 ആണെങ്കിൽ $12 കൊടുക്കാം. പക്ഷേ $12 വാങ്ങുമ്പോൾ അവർ നമുക്ക് ഒരു $50 തിരിച്ചു തരും. അതാണ് ആത്മാർത്ഥത. പൈസ തിരിച്ചു തരും എന്നല്ല പറഞ്ഞത്, അവരുടെ പെർഫോമൻസ്. അതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ തിയേറ്ററിൽ ഇരുന്നിട്ട് എൻ്റെ കണ്ണ് മിഴിച്ചു പോയി എന്നാണ് ഞാൻ പ്രേക്ഷകർക്ക് പറയുന്നത്. നിങ്ങൾക്കിത് എത്ര കണ്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നവർ മനസ്സിലാക്കിയത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ ഇത്രയും ഫാസ്റ്റാണ് പോണതും, 10,000 ആർട്ടിസ്റ്റ്. വാട്ട് എ പെർഫോമൻസ്, വാട്ട് എ പുല്ലരിക്കുന്നതേ രോമാഞ്ചം വരുതേ എന്ന് തന്നെ പറയേണ്ടി വരും. ശരി, അതങ്ങനെ നിൽക്കട്ടെ, ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത് സ്ക്രീൻ പ്ലേ ആദിക് രവിചന്ദ്രൻ, ഹരികൃഷ്ണൻ, അർജുൻ രവി, കരസ്വാമി ഹരീഷ്, മണികണ്ഠൻ കെ, രാജ വി.എം, ബാല സുബ്രഹ്മണ്യം. ഇത്രയും പേര് ഈ പടത്തിൻ്റെ സ്ക്രീൻ പ്ലേയിലുണ്ട്. ഇത് ഞാനിവിടെ ഇരുന്ന് ഈ കഥ പറയുമ്പോൾ ഇതിനൊരു സ്ക്രീനുണ്ട്. അത് ഞാനിപ്പോൾ ലൈവിൽ പറയണം, മറ്റങ്ങനെയല്ല. ഓരോന്നിനും ഫ്രെയിമാണ്. ഇത് സ്ക്രിപ്റ്റ് ചെയ്യണം. ഇന്ന രീതിയിൽ എത്ര ആർട്ടിസ്റ്റ് അതിനകത്തുണ്ട്, എത്ര രീതി പറഞ്ഞു. അപ്പോൾ ഇത്രയും ഈ സിനിമ ലെങ്തിയായിട്ട് സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് ഇത്രയും പേരാണ്. എത്ര കാലം എടുത്തിട്ടുണ്ടാവും. ഇത്രയും പേര് കോർഡിനേറ്റേഷൻ വേണ്ടേ? എൻ്റെ ഒരു ഐഡിയ ഞാൻ പറയുമ്പോഴത്തേക്കും ഇത് മറ്റൊരാളുടെ ഐഡിയ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യണം. അയാൾ രണ്ടുപേരും കൂടെ പറയുമ്പോൾ മൂന്നാമതൊരു ഐഡിയ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യണം. കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് വരില്ല. 4 പേര് ഒരുമിച്ച് അത് ഓക്കെ പറഞ്ഞാൽ 5ാമത്തെ ആളായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. ഇവിടെ ഒറ്റയ്ക്ക് നമുക്കൊരു വ്ളോഗ് പറയുമ്പോഴേ, ഒറ്റയ്ക്ക് ഒരു കാര്യം പറയുമ്പോഴേ നമുക്ക് അഡ്ജസ്റ്റ് ആവണില്ല. ആ സ്ഥലത്തു നിന്നാണ് 1, 2, 3, 4, 5, 6, 7 പേരുടെ കോർഡിനേഷൻ ഈ സിനിമയിലെ സ്ക്രീൻ പ്ലേയിലുണ്ട്. അതിൻ്റെ എല്ലാ ക്വാളിറ്റി സ്പീഡപ്പിലുണ്ട്. അവരെന്തുമാത്രം ചർച്ച ചെയ്തിട്ടുണ്ട്, എത്ര മാസം എടുത്തിട്ടുണ്ടോ, എത്ര വർഷം എടുത്തിട്ടുണ്ടാവും. അതിനൊക്കെ പൈസ ഇറക്കിയിട്ടുള്ള സമയം ക്ഷമയോടെ കാത്തിരുന്ന പ്രൊഡ്യൂസേഴ്സ്, ബിഗ് സലൂട്ട്. ഇല്ലെങ്കിൽ ഇത് അപ്പം തീരും. പൈസയുടെ അർത്ഥം അതിനകത്ത് ബഹളം ഉണ്ടാക്കി അപ്പം അത് പൊളിഞ്ഞു. ബിഗ് സലൂട്ട്, ബ്രില്യൻറ്റ് സ്റ്റോറി. ആദിക് രവിചന്ദ്രൻ,
ആൻഡ് ഡയറക്ഷൻ. ആദിക് രവിചന്ദ്രൻ, താങ്കൾ ഡയറക്ഷനെ കുറിച്ചൊന്നും ഞാൻ ഒന്നും പറയില്ല. ഇത്രയും ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ താങ്കളെപ്പോലെ ഒരാളുടെ ബ്രെയിനിൽ വന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ. അതിലൊന്നും അഭിപ്രായം പറയാനൊന്നും എനിക്ക് യോഗ്യതയില്ല, ഞാൻ പറയുന്നില്ല. ഞാൻ ഒറ്റ കാര്യം പറയൂ, അബ്സല്യൂട്ട്ലി അമേസിങ് ബ്രില്യൻ ജോബ്. ഇങ്ങനൊരു സ്ക്രീൻ പ്രസൻറ്റിൽ വേഗത്തിൽ കൊണ്ടുവന്ന് ഇത് ചെയ്യാനുള്ളത്. പിന്നെ ബാക്കി പറയണതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ആർട്ടിസ്റ്റുള്ള കാര്യത്തിൽ ഞാൻ അജിത്തിനെ വിട്ടുപോയെന്ന് നിങ്ങൾക്കാർക്കും തോന്നരുത്. അജിത്തിനെ കുറിച്ച് ഞാൻ എന്ത് പറയാന്? അതൊന്നും ഞാൻ പറഞ്ഞല്ലല്ലോ പ്രേക്ഷകർ അറിയേണ്ടത്. തലയല്ലേ, അജിത്തില്ല. അതിനെക്കുറിച്ച് ഞാൻ അതാണ് ആർട്ടിസ്റ്റിന് കൊടുത്തിട്ട് ഇപ്പം നിങ്ങൾ ചോദിച്ചിട്ട് പറയും എന്ത് അജിത്തിൻ്റെ കഥ പറഞ്ഞില്ല. അജിത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ സിനിമ തന്നെ അദ്ദേഹത്തിൻ്റെയാണ്. ഈ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ റോളാണ്. അതിൽ ഒരു ബ്ലോഗർ എന്ന് പറയുന്ന നിലയിൽ ഞാൻ പറഞ്ഞ് പൊലിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പുള്ളി അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുമല്ല. പ്രേക്ഷകർക്ക് ഞാൻ പറയണം, അജിത്ത് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളെ നിങ്ങൾ സിനിമകളായിട്ട് കാണുക. അതിനപ്പുറം ഒരു കാരണവശാലും മറ്റൊന്നുമായിട്ട് കാണാതിരിക്കുക. സിനിമയായിട്ട് ഇതൊരു എൻ്റർടൈൻമെൻറ്റായിട്ട് കാണണം എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് ഇപ്പോഴും പറയുന്നത്. അടുത്ത ഇതിൻ്റെ ബഡ്ജറ്റ് 150 to 270 കോടി എന്നാണ് കാണിക്കുന്നത്. 270 കോടി രൂപയിൽ ഈ സിനിമ തീർന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ബെസ്റ്റ് ടീം. ഈ പടം എൻ്റെ കണക്കൂട്ടലാണെങ്കിൽ 750 to 800 കോടി രൂപ തിയേറ്റർ കളക്ഷൻ വരണം. സാറ്റലൈറ്റും എല്ലാം കൂടെ 1100 കോടി രൂപയുടെ ബിസിനസ് നടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതല്ല, അങ്ങനെയാണ് ഈ പടം. പിന്നെ പ്രേക്ഷകരെ എത്ര കണ്ട് ഇവിടെ സ്വീകരിക്കും പോലെ നോർത്ത് ഇന്ത്യയിലോ ഒന്ന് സ്വീകരിക്കണമെന്നില്ല. വിദേശത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ വിഷ്വലും എൻ്റർടൈൻമെൻറ്റ് സീക്വൻസ് വെച്ചനുസരിച്ചാണെങ്കിൽ 750 കോടി രൂപ തിയേറ്റർ ഷെയർ വരണം. മറ്റ് കാര്യങ്ങളെല്ലാം കൂടി 1100 കോടി രൂപ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് പല സിനിമകളെ കുറിച്ച് പറഞ്ഞതാണ്. ഈ സിനിമയെക്കുറിച്ച് ആദ്യം നെഗറ്റീവ് പറഞ്ഞവരെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, അത് അവരുടെ കാര്യം. എനിക്ക് ഈ സിനിമയെക്കുറിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ് പാസ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് പോസിറ്റീവ് മാത്രമേ പറയാനുള്ളൂ, ഒരു നെഗറ്റീവും പറയാനില്ല. അൺബിലീവബിൾ ഫിലിം. എൻ്റെ പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. തിയേറ്ററിൽ തന്നെ കാണണം. ഐമാക്സിൽ കാണാൻ കഴിവുള്ളൊരു ഐമാക്സിൽ കാണുക, അല്ലാത്ത വലിയ സ്ക്രീനിൽ കാണുക. ഒരിക്കലും ചെറിയ സ്ക്രീനിൽ പോയി സിനിമ കാണരുത്. ഞങ്ങൾ വലിയ സ്ക്രീനിൽ തന്നെയാണ് കണ്ടത്. അതിൻ്റെ എഫക്റ്റും നല്ല ക്വാളിറ്റിയുള്ള തിയേറ്ററിൽ മാത്രമേ ഈ ചിത്രം കാണുക. അതിനപ്പുറം താഴ്ന്ന എടുത്ത് കാണരുത് ഈ ചിത്രം. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഫിലിമാണ്. ഇതിൽ വേറെ ഒരു അനാവശ്യമില്ല, മറ്റൊന്നുമില്ല. നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന, കുടുംബമായിട്ട് കൂട്ടുകാരോടൊത്ത്, പിന്നെ കാമുകന്മാരോടൊത്ത്, നൊസ്റ്റാൾജിക് മൂവ്മെൻറ്റിൽ പഴയ ആൾക്കാരടുത്തൊത്ത്, 40 വയസ്സ് കഴിഞ്ഞവർക്കും 50 വയസ്സ് കഴിഞ്ഞവർക്കും 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഈ സിനിമ സന്തോഷത്തോടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും ഒപ്പം എൻ്റെ പ്രിയ ഇതെവിടെയുണ്ട് കേട്ടോ അഭിനന്ദനങ്ങൾ. വാട്ട് എ ബ്യൂട്ടിഫുൾ എൻ്റർടൈൻമെൻറ്റ് മൂവി. ഇനി എനിക്കൊന്നും പറയാനില്ല. സൈനിങ് ഓഫ്. അടുത്ത വീഡിയോയുമായി നൊവക് സോളോ എത്തും വരെ തൽക്കാലം സൈനിങ് ഓഫ്.